ഫിഫ ലോകകപ്പിൽ ആദ്യ ജയം ലക്ഷ്യമിട്ട് പോർച്ചുഗൽ ഇന്ന് കളത്തിലിറങ്ങുകയാണ്. രാത്രി 10:30 നടക്കുന്ന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് എതിരാളികൾ. പുലർച്ചെ നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ ഇംഗ്ലണ്ട് ഘാനയെ നേരിടും. കോങ്കോ ഏൽപ്പിച്ച മുറിവിന്റെ നീറ്റലുണങ്ങും മുമ്പ് ക്രിസ്ത്യാനോയും പോർച്ചുഗലും വീണ്ടും കളത്തിൽ. കോങ്കോയ്ക്കെതിരെ കളത്തിലെ കണക്കുകളിൽ മുന്നിട്ട് നിന്നിട്ടും നേടാനായത് ഒരൊറ്റ ഗോൾ മാത്രം. ചിത്രത്തിലേ ഇല്ലായിരുന്നു സൂപ്പർ താരവും നായകനുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒപ്പം കളി മറന്ന മധ്യനിരയും. എല്ലാത്തിനും പരിഹാരം കണ്ടേ മതിയാകൂ റോബർട്ടോ മാർട്ടിനസിന്. അതിന് സാധിച്ചില്ലെങ്കിൽ മികച്ച കളിക്കാരുണ്ടായിട്ടും ലോക കിരീടം സ്വപ്നമായി തന്നെ അവശേഷിക്കും. റൊണാൾഡോ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ. മറുവശത്ത് ആദ്യ മത്സരം തോറ്റെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ. ഇറ്റാലിയൻ ഇതിഹാസം ഫാബിയോ കന്നവാരയുടെ തന്ത്രങ്ങളിലാണ് പ്രതീക്ഷ. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നടക്കുന്ന മത്സരത്തിൽ ഘാനയാണ് ഇംഗ്ലണ്ടിന്റെ എതിരാളികൾ. ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെ തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് ത്രീ ലയൺസ്. ആദ്യ കളിയിൽ തന്നെ ഇരട്ട ഗോളോടെ മിനിച്ച ക്യാപ്റ്റൻ ഹാരി കെയ്നിൽ തന്നെയാണ് ഗോൾ പ്രതീക്ഷ. ജൂഡ് ബെല്ലിംഗാമും മർക്കസ് റാഷ്ഫോർഡും മികച്ച ഫോമിൽ. പാനമയ്ക്കെതിരായ മത്സരം ക്രൊയേഷ്യയ്ക്ക് ജീവൻ മരണ പോരാട്ടമാണ്. ഒരിക്കൽ കൂടി കളി മറന്നാൽ ലൂക്ക മോഡ്രിച്ചിനും സംഘത്തിനും ലോകകപ്പ് പ്രതീക്ഷകൾ അവസാനിപ്പിക്കാം. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 4:30 മത്സരം. നാളെ രാവിലെ 7:30 നടക്കുന്ന മത്സരത്തിൽ കോങ്കോയാണ് കൊളംബിയയുടെ എതിരാളികൾ. രണ്ടാം ജയത്തോടെ നോക്കൌട്ടാണ് കൊളംബിയയുടെ ലക്ഷ്യം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.